ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ച് റെഡി റൈറ്റ്സ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മർച്ചൻ നേവിയിൽ പാസഞ്ചർ വെസൽ, അതായത് ക്രൂസ് ലൈനിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് വൈഫിന് കുറച്ച് മറ്റുള്ള തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ഒരു പാസഞ്ചർ വെസലിലേക്ക്, അതായത് ക്രൂസ് ലൈനിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ഇത് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് കൂടുതൽ പേർക്ക് നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേ മർച്ചൻ്റ് നേവി എന്താണ്, ഇന്ത്യൻ നേവി എന്താണ്, ക്രൂസ് വെസൽ എന്താണെന്നുള്ളത്, ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ പേർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അതായത് മർച്ചൻ്റ് നേവിയിൽ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. മർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് നമ്മൾ കാർഗോ ഒക്കെ ക്യാരി ചെയ്യുന്നത്, കണ്ടെയ്നേഴ്സ്, ബൾക്ക് കാരിയർ, ഓയിൽ ടാങ്കേഴ്സ്, കെമിക്കൽ ടാങ്കേഴ്സ്, LPG, റോറോ, ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അതിൽ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 27 to 30 പേര് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ പാസഞ്ചർ വെസൽ, അതായത് ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. അത് നമുക്ക് കുറേ പേർക്കും അറിയില്ല. ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് വേറൊരു പോവുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1500ഓളം ഷിപ്പിലെ ക്രൂ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ എൻജിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതായത് ഗാലി ഡിപ്പാർട്ട്മെന്റ് പോലെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് കുറേ പേർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളതും പിന്നെ അതിൽ എന്തൊക്കെ വേക്കൻസികൾ വരും, പിന്നെ എങ്ങനെയാണ് അതിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്, പിന്നെ എവിടെയാണ് വേക്കൻസി വരുന്നത്, പിന്നെ അതിനുള്ള ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടാവും, അതിന് എക്സാം ഉണ്ടോ എന്നുള്ള എല്ലാ കാര്യത്തിനുള്ളിലും ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു പാസഞ്ചർ, അതായത് ക്രൂസ് വെസലിലേക്ക് എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്? അതിന് മെയിനായിട്ട് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മർച്ചൻ്റ് നേവിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക്, അതായത് ഒരു ടെക് GP റേറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, DNS, BSc, BTech മറൈൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി ചെയ്യാനും പറ്റും. അതിലേക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പാസഞ്ചർ വെസലിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റും. അതല്ലാതെ കണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പറ്റുന്നവർ, അവർക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഇല്ലെങ്കിൽ BSc ഹോട്ടൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ ഒരു ഇതിലേക്ക്, അതായത് 5 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള ഇതിലേക്ക് വർക്ക് ചെയ്തിരിക്കുകയാണ്, അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂടുതലും പേർക്കും മാക്സിമം കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. കാരണം അതും സീനിയാരിറ്റി ബേസ് വെച്ചിട്ടാണ് നമുക്ക് 1 ലക്ഷം വരെ നമുക്ക് അതിൽ സാലറി കിട്ടുന്നത്. സ്റ്റാർട്ടിങ് സാലറി 15,000 മുതൽ 15,000, 20,000 ആ ലെവലിലാണ് നമ്മൾ അതിൽ എൻട്രി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിൽ, അതായത് ഷോറിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമില്ല, നല്ല കൂടുതൽ ശമ്പളം മേടിക്കണം, ഇൻ്റർനാഷണൽ ടൂർ ഒക്കെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു ഒറ്റ മാർഗ്ഗമാണ് പാസഞ്ചർ വെസൽ, അതായത് ക്രൂസ് ലൈൻ. ഇതിലേക്ക് പോകുന്നതിന് പാസഞ്ചർ വെസലും ക്രൂസ് ലൈനും. ക്രൂസ് ലൈൻ എന്ന് പറയുന്നത്, പാസഞ്ചർ വെസൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു A to Bയിലേക്ക് ജസ്റ്റ് ഒന്ന് പാസഞ്ചറായിട്ട്, അതായത് ഫ്ലൈറ്റിലേക്ക് കൂടി നമുക്കൊന്ന് ട്രാവൽ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതിനാണ് പാസഞ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ മറ്റുള്ള ആഡംബര കാര്യങ്ങളും പിന്നെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഇതും, പിന്നെ 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസ്, ഫ്ലോട്ടിങ്, അതേപോലെ തന്നെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് മൂവീസ് കാണാൻ പറ്റും, പിന്നെ ക്ലബ്ബ് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ആഡംബര കപ്പൽ, അതിനെയാണ് ക്രൂസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പാസഞ്ചർ വെസലെന്നുണ്ട്, പാസഞ്ചർ റോറോ വെസലുണ്ട്, പാസഞ്ചർ കണ്ടെയ്നർ വെസലുണ്ട്, അതേപോലെ തന്നെ ക്രൂസ് ലൈൻ ഉണ്ട്. പാസഞ്ചർ റോറോ വെസൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാസഞ്ചർ റോറോ വെസൽ പാസഞ്ചറും പോകും, കൂടാതെ അതിൻ്റെ അകത്ത് വെഹിക്കിൾസും കൊണ്ടുപോകാൻ പറ്റുന്ന വെസൽസാണ് പാസഞ്ചർ റോറോ വെസൽസ്. പാസഞ്ചർ കണ്ടെയ്നർ വെസൽസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സും പോകും, അതിനകത്ത് കണ്ടെയ്നേഴ്സും കൊണ്ടുപോകും. അങ്ങനെയുള്ള ഷിപ്സുകളുണ്ട്, അതിനെ പാസഞ്ചർ വെസൽ എന്ന് പറയുന്നത്. അത് നമ്മളെ ലക്ഷദ്വീപിലേക്ക് പോകുന്നതും ആൻഡമാൻ നിക്കോബാറിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള പാസഞ്ചേഴ്സ് വെസലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വെസലായിട്ടാണ് ഉപയോഗിക്കുന്നത്.
പക്ഷെ ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആഡംബര ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആഡംബര കപ്പലുകളിൽ നമ്മൾ ഒരു എന്താ പറയുക ടൂർ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് സൈഡിലേക്ക് പോകുന്ന ഒരു കപ്പലാണെങ്കിൽ ആ യൂറോപ്പ് സൈഡിലേക്ക് പോകുന്ന കപ്പലിൽ നമ്മളത് കയറി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഓരോ സ്ഥലത്തും, അതായത് ഇറ്റലി, ജർമ്മനി, പോളണ്ട്, നെതർലാൻഡ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും യൂറോപ്പിലെ കൺട്രീസും അത് പോയിക്കൊണ്ടിരിക്കും. അന്നേരം അവിടെ ഇറങ്ങി അവിടത്തേക്ക് വിസ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങി അവിടെയൊക്കെ നമ്മൾ ടൂറൊക്കെ ഫുള്ള് ഷോർ ലീവൊക്കെ പോയി അടിച്ചു പൊളിക്കാം. അതേപോലെ അഡ്വഞ്ചേഴ്സ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതൽ കൺട്രീസ് നമ്മൾ ഒരു എന്താ പറയേണ്ടത് ഫുള്ള് ചുറ്റി കാണാൻ പറ്റും. ഇങ്ങനെയുള്ള വെസൽസിനാണ് ക്രൂസ് ലൈൻ. അത് ആഡംബര കപ്പലുകളാണ്. ഇങ്ങനെ ഫ്ലോട്ടിങ് ചെയ്യുന്ന 5 സ്റ്റാർ 7 സ്റ്റാർ ആഡംബര കപ്പലിലേക്ക് നമുക്ക് ഒരു എന്താ പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് നമുക്ക് പോകാൻ പറ്റും. അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ്, 5 സ്റ്റാർ ഇല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസഞ്ചർ വെസലിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ 2 കമ്പനീസാണുള്ളത്. ഒന്ന് എയർബോൺ, രണ്ടാമതൊന്ന് CSSI. ഈ 2 കമ്പനീസ് മാനേജ്മെൻറ്റ് ചെയ്യാണ് ഇന്ത്യൻ ക്രൂവിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ്. മുംബൈയിൽ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. ഈ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ, അതായത് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് BSc ഹോട്ടൽ മാനേജ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റോ ചെയ്തതാണെങ്കിൽ 2 വർഷത്തെ 5 സ്റ്റാർ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ എൻട്രി ചെയ്യുന്നത് ഓൺലൈനായിട്ട് നിങ്ങളുടെ റെസ്യൂം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീപ്ലൈ വരുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഓപ്പൺ CDC അപ്ലൈ ചെയ്യുക. ഓപ്പൺ CDC അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു STCW കോളേജ് നടക്കുന്ന DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് കുറേ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ യൂറോടെക് ഉണ്ട്. മുംബൈയിലേക്കൊക്കെ പോകണമെങ്കിൽ BP മറൈൻ, ആശാ മറൈൻ, അങ്ങനെ കുറേ കോളേജസ് ഉണ്ട്. അതേപോലെ തന്നെ ചെന്നൈ പോകുകയാണെങ്കിൽ HIMT ഉണ്ട്, എമറ്റ് ഉണ്ട്, അങ്ങനെ വേറെയും കുറേ കോളേജുകളുണ്ട്. ഈ കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ ഓപ്പൺ CDC എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് STCW കോഴ്സസ് മൊത്തം കഴിഞ്ഞ് അതേപോലെ തന്നെ ഇൻഡോസ് എടുത്ത് പിന്നെ അതേപോലെ തന്നെ CDC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. നോർമൽ മെഡിക്കൽ ടെസ്റ്റാണ്. Annex 4, Annex 5 മെഡിക്കൽ ടെസ്റ്റ്, ഒരു 3 പേജ് വരുന്ന അനക്സ് ടെസ്റ്റാണ്, മെഡിക്കൽ ടെസ്റ്റാണ് വരുന്നത്. അതിനകത്ത് ഐ ടെസ്റ്റും പിന്നെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ STCW കോഴ്സ് ചെയ്യാൻ പറ്റും, എലിജിബിൾ ആവും. എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് STCW ഏകദേശം ഒരു 45 ദിവസത്തെ കോഴ്സായിരിക്കും. ഈ 45 ദിവസത്തെ കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ CDCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. CDCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് DG പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ CDC അപ്ലൈ ചെയ്യണം. CDC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് CDC നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് വരും. CDC എന്ന് പറയുന്നത് കണ്ടിന്യൂ ഡിസ്ചാർജിങ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ട് ഫ്ലൈറ്റിലേക്ക് പോകുന്നത് പോലെ തന്നെ CDC എടുത്തിട്ട് മാത്രമേ നമുക്ക് ഷിപ്പിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്, ഈ ഡോക്യുമെൻറ്റ്സും എല്ലാം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഓരോ പാസഞ്ചർ കമ്പനീസ് പാസഞ്ചർ ഫെമിലൈസേഷൻ കോഴ്സ് ചെയ്യാൻ പറയും. അതായത് പാസഞ്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്, ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫ്ലോട്ടിംഗ് 5 സ്റ്റാർ ഹോട്ടൽ, അതായത് ക്രൂസ് ലൈനിലേക്ക് പോവുകയാണെങ്കിൽ അതിന് എന്തെല്ലാം ക്രൈറ്റീരിയ ഉണ്ട്, എന്തൊക്കെ ഡേഞ്ചറസ് ഉണ്ട്, എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ സേഫ്റ്റി കൾച്ചേഴ്സ് ഉണ്ട്, എങ്ങനെ നമ്മൾ ഒരു പാസഞ്ചറിനടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പാസഞ്ചർ ഫെമിലൈസേഷൻ അതിൽ തന്നെ ഉണ്ട്. പാസഞ്ചർ ഫെമിലൈസേഷൻ കോഴ്സിലേക്കൂടി നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു CV റെസ്യൂം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഈ എയർബോണിലോ അല്ലെങ്കിൽ CSSI എന്നുള്ള അവരെ വെബ്സൈറ്റിലോ പോയിട്ട് നിങ്ങൾ ഇത് മൊത്തം റെസ്യൂമും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവർക്ക് കോൾ വരുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിലിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകും. ഒന്നിക്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ എടുക്കാൻ സാധ്യതയുണ്ട്. എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ STCW CDC കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് ലെവൽ ചെക്ക് ചെയ്യും. ഇംഗ്ലീഷിൽ എന്തായാലും ഫ്ലുവൻ്റ് ആയിരിക്കണം. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ലെങ്കിലും ഒരു 60-70% എങ്കിലും നിങ്ങൾക്ക്
ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഇതിനുള്ള എലിജിബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റിലേക്ക് നിങ്ങൾ പാസ്സായിരിക്കണം. അതിൽ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ 60% എബവ് ഉണ്ടായിരിക്കണം. ഓരോ കമ്പനീസ് 70% എബവ് ചോദിക്കും, ഓരോ കമ്പനീസ് 60% ചോദിക്കും. അതിനകത്ത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഗാർബേജ് മാനേജ്മെൻറ്റ് പ്ലാന്റ് എന്താണ്, എല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗാർബേജ് സെഗ്രിഗേഷൻ ചെയ്യുന്നത്, അതിൻ്റെ മാർപ്പോൾ എന്താണ്, അനക്സ് ഏതിലാണ് വരുന്നത്, അതേപോലെ തന്നെ കട്ടിംഗ് ടൂൾസ് ഉപയോഗിക്കുന്ന കളർ കോഡിങ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യുന്നത്. അത് ഡയമണ്ട് കട്ട് ഉണ്ട്, സ്ക്വയർ കട്ട് ഉണ്ട്, അങ്ങനെ കുറേ പേരുള്ള കട്ടിങ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ സേഫ്റ്റികളാണ് ഗാലിയിൽ, അതായത് കിച്ചണിൽ ഉള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സാമിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ID നമ്പർ കിട്ടും. അതായത് ആ കമ്പനീൻ്റെ, അതായത് ഈ മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്ന 4-5 കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസിൽ ഏത് കമ്പനിയിലാണ് നിങ്ങൾ സെലക്ട് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് മെയിൽ അയച്ച് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ID കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിസ, എന്തൊക്കെ വിസകൾ വേണം, അതായത് ഷിപ്പ് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്നത് US-ലാണോ, യൂറോപ്പിലാണോ, ചൈനയിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലാണോ നിങ്ങളുടെ ഷിപ്പ് അവിടെ റീച്ച് ആകുന്നത്. അപ്പോൾ ആ കൺട്രിയിലെ വിസ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ക്രൂസ് ലൈനൊക്കെ വെറും US-ൽ മാത്രം കറങ്ങുന്നതായിരിക്കും, ഓരോ ക്രൂസ് ലൈൻ വെറും യൂറോപ്പിൽ മാത്രം കറങ്ങുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ, US-ലേക്കാണെങ്കിൽ കമ്പനി പറയും നിങ്ങൾക്ക് US വിസ അപ്ലൈ ചെയ്യണം. സോ US വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ US വിസേൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് 14,500 രൂപ അതിൻ്റെ ഫീ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ബയോമെട്രിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ബയോമെട്രിക്കൽ ടെസ്റ്റിന് നിങ്ങൾ അവിടെ പോയി ബയോമെട്രിക്കൽ ടെസ്റ്റ്, അതായത് ഐ സ്കാനിങ്ങും തമ്പ് ഇംപ്രഷനും ഫുൾ ഫിംഗർ ഇംപ്രഷൻ എല്ലാം ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. എംബസിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഫോമിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്താണോ പാസ്പോർട്ടിലുള്ളത്, എന്താണോ നിങ്ങളെ റെസ്യൂമിലുള്ളത്, ആ കാര്യങ്ങൾ മാത്രം കറക്റ്റായിട്ടുള്ളത് ഫില്ല് ചെയ്ത് അതിൽ ഒന്നുപോലും ഇനീഷ്യലോ സ്പെല്ലിങ്ങോ ഒന്നും തെറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ആ പേപ്പർ അവരെ മുന്നിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക എംബസി. സോ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ മെയിനായിട്ട് ചോദിക്കുന്നത് ഏത് കപ്പലിലേക്കാണ് ചെയ്യാൻ പോകുന്നത്, എവിടെ നിന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് അവർ ചോദിക്കുക. അതേപോലെ തന്നെ ഷിപ്പിൽ എന്താണ് നിങ്ങളുടെ ജോലി, അതേപോലെ തന്നെ എന്താണ് ജോബ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഷിപ്പ് ഏതൊക്കെ കൺട്രിയിൽ പോകും, അതേപോലെ തന്നെ എത്ര മാസത്തെ കോൺട്രാക്റ്റാണ്, ഒക്കെ കമ്പനി നിങ്ങൾക്ക് ഒരു ഫോമായിട്ട് അതായത് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഫോമിൽ എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു PDF ഫയലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയലായിട്ടോ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആ ഡീറ്റെയിൽസ് ക്ലിയർ ആൻഡ് കറക്റ്റായിട്ട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ആ US വിസയ്ക്കോ പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വെൽ ഡ്രസ്സിങ് ആയിരിക്കണം. അതായത് കറക്റ്റായിട്ടുള്ള സിവിൽ ഡ്രസ്സിലായിരിക്കണം. ഫുള്ളി എന്താ പറയുക, ഇൻസൈഡൊക്കെ ചെയ്ത് ടൈ ഒക്കെ കെട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നല്ല ഷേവ് ആയിരിക്കണം. ഇല്ലാതെ ബിയേഡ്സ് ഉണ്ടെങ്കിൽ ബിയേഡ് നല്ല ഷേപ്പിലായിരിക്കണം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴും അവർ പറയുമ്പോഴും ഒക്കെ താങ്ക്സ് എന്നും പറയണം. അതേപോലെ തന്നെ അവരെ വിഷും ചെയ്യണം. അതേപോലെ തന്നെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെറുതായിട്ട് ചോദിക്കണം. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ പേരും 10 പേര് US വിസക്ക് എംബസിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ 7 പേരും തോറ്റ് 3 പേർക്ക് മാത്രമേ സാധാരണ കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ US വിസ എടുക്കുന്നത് C1D വിസയാണ് നമുക്ക് കിട്ടുന്നത്, സീമാനിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വിസ നമുക്ക് അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 6 മന്തിലേക്ക് പിന്നെ വിസ കിട്ടില്ല എന്നൊരിതുണ്ട്. അതായത് ഇവരെ ക്രൈറ്റീരിയയാണ്, അവരെ കമ്പനി പറയുന്ന ക്രൈറ്റീരിയയാണ്. അങ്ങനെ കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ കമ്പനിയിലേക്ക് നിങ്ങളെ ഒരിക്കലും കയറാൻ പറ്റില്ല. ആ എംപ്ലോയ്മെൻറ്റ് ID ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോ കമ്പനീസ് എല്ലാം വിസയും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ, വിസ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എംപ്ലോയി ID തരത്തുള്ളൂ. എംപ്ലോയി ID തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കമ്പനിയിലെ പെർമനൻറ്റ് സ്റ്റാഫായി എന്നുള്ള കാര്യത്തിനെ കൊണ്ടാണ് എംപ്ലോയ്മെൻറ്റ് ID തരുന്നത്. ആ എംപ്ലോയ്മെൻറ്റ് ID മാത്രം നിങ്ങൾ കമ്പനിയിൽ വിളിച്ചിട്ട് വെറും ID മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളുടെ ചരിത്രം തന്നെ അവർക്ക് കാണാൻ പറ്റും അവർ കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകുന്ന ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ ശ്രിങ്കൺ വിസയാണ് അപ്ലൈ ചെയ്യുന്നത്. ശ്രിങ്കൺ വിസയ്ക്ക് ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. 6,000 തൊട്ട് 8,000 വരെയാണ് അതിൻ്റെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. അത് ഇതേപോലെ തന്നെ സെയിം ക്രൈറ്റീരിയയാണ്.
വരുന്നത്. ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ എംബസിയിലേക്ക് പോകണം. എംബസിയിൽ പോയിട്ട് നമുക്ക് തമ്പ് ഇംപ്രഷനും അതേ ദിവസം തന്നെ ചിലപ്പം ഇൻ്റർവ്യൂ ഉണ്ടാകും. ചെറിയതായിട്ട് ഇൻ്റർവ്യൂ ആണ്. നോർമലി ഇപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അവരും ചോദിക്കുന്നത്. പക്ഷേ എന്നുള്ളത് ഷെങ്കൺ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കൺട്രീസിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള ഒരൊറ്റ വിസയാണ് ഷെങ്കൺ വിസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയും കൂടിയായി. എന്നിട്ട് അത് കമ്പനിയിൽ അറിയിക്കുക. കമ്പനിയിൽ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ഓക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കമ്പനി നിങ്ങളെ വിളിച്ചിട്ട് പറയും, ഇന്ന ദിവസം നിങ്ങൾക്ക് ജോയിനിങ് ആണ്, ഇത്രയാണ് നിങ്ങളുടെ സാലറി. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് ആക്കി നിങ്ങൾക്ക് പറയും, ഇത്ര ആണ് നിങ്ങളുടെ സാലറി, ഇന്ന ദിവസം ഇന്ന ഷിപ്പ് ഇവിടെ എത്തുന്നുണ്ട്, അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നൊക്കെയാണ് കാര്യങ്ങൾ. ഇതേപോലെ തന്നെയാണ് GP റേറ്റിംഗ് കഴിഞ്ഞവർക്കും പോകാൻ പറ്റുന്നത്. GP റേറ്റിംഗ് കഴിഞ്ഞവർക്കും ഇതേപോലെ തന്നെ പോകാൻ പറ്റും. അതായത് നിങ്ങൾ മർച്ചൻ്റ് ഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്, വൈപ്പർ ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഇല്ലെങ്കിൽ AB ആയിട്ടോ ഇല്ലെങ്കിൽ ഓയിലർ ആയിട്ടോ എന്നുള്ള വർക്ക്, ഇല്ലെങ്കിൽ ഫിറ്റർ ആയിക്കോട്ടെ, ബോസൺ ആയിക്കോട്ടെ. ബോസണിന് കൂടുതലും അവിടെ വേക്കൻസി വരുന്നില്ല, ABക്കാർക്ക് തന്നെയാണ് വേക്കൻസി വരുന്നത്. ഹെലംസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേക്കൻസിയാണ്. വീല് പിടിക്കാനും മറ്റുള്ള പെയിൻറ്റിങ് ചിപ്പിങ് കാര്യം ചെയ്യാനുള്ള അവരൊക്കെയാണ്. നോർമലി പെയിൻറ്റിങ് അധികം ഉണ്ടാവില്ല, കാരണം പാസഞ്ചർ വെസൽ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇനാമൽ ഫാബ്രിക്കേറ്റഡ് പെയിൻ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 വർഷത്തേക്ക് പെയിൻറ്റ് ഒന്നും തന്നെ പ്രത്യേകിച്ച് തുരുമ്പിടിക്കുന്നില്ല, അവിടെ ചിപ്പിംഗ് പെയിൻറ്റിങ് ഒന്നും വരാൻ പോകുന്നില്ല. മർച്ചൻ്റ് ഷിപ്പ് അത് അപേക്ഷിച്ച് പാസഞ്ചർ വെസൽ വളരെ, ക്രൂസ് ലൈന് വളരെ കോസ്റ്റ്ലിയാണ്, പെയിൻറ്റിങ്ങും കോസ്റ്റ്ലിയാണ്, എല്ലാം കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽ അനുസരിച്ച് പാസഞ്ചറിനെ കൊണ്ടുവന്നിട്ട് ഒരു ആഡംബര കപ്പലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിപ്പിംഗ് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ അത് പ്രത്യേകിച്ച് അതിൽ വരുന്നില്ല. സെയിം GP കഴിഞ്ഞവർക്കും ഇതുപോലെ തന്നെ മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്ത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ പോകാൻ പറ്റുന്നതാണ്. കാരണം അതിലും ഏകദേശം ഒരേപോലെ തന്നെ മർച്ചൻ്റ് നേവിയിൽ കിട്ടുന്ന നിങ്ങൾക്ക് ഒരു ഓയിലർ ആയിക്കോട്ടെ, AB ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിന് മർച്ചൻ്റ് നേവിയിനകത്ത് 1000 മുതൽ 1400 വരെ ഡോളറാണ് സാലറി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെയിം പോലെ തന്നെ പാസഞ്ചർ ഷിപ്പിലും 1400 മുതൽ 2000 വരെ നമുക്ക് അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സാധാരണ കുറേ പേരും പറയുന്ന പാസഞ്ചർ വെസലിലേക്ക് സാലറി കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, പാസഞ്ചർ വെസലിലേക്കും സാലറി കൂടുതൽ തന്നെയാണ്. അവിടെ കറക്റ്റായിട്ട് ITFൻ്റെ ഇതനുസരിച്ച് ഇൻ്റർനാഷണൽ റൂൾസ് അനുസരിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് സാലറിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. കൂടാതെ ഓരോ വർഷവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് 1.5%, 2%, 10% എന്ന് പറഞ്ഞിട്ട് ഓരോ റാങ്കുകാർക്കും ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൈസ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നല്ലാണ്ട് ഒരിക്കലും ഡിക്രീസ് ആകുന്നില്ല അതിനകത്ത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ലൈഫും വളരെ നല്ല അടിച്ചു പൊളിച്ചുള്ള ലൈഫാണ്. പിന്നെ അതേപോലെ തന്നെ പാസഞ്ചർ ബസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസിലുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയാസ്, അതായത് നമ്മളിപ്പോൾ ഇന്ത്യ തന്നെ വെച്ചോട്ടെ, ഇന്ത്യയിലുള്ളത് ഡൽഹി, അതായത് ഡൽഹിയിലെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, അതേപോലെ തന്നെ മുംബൈയിൽ, ഇങ്ങനെയുള്ള മെയിൻ, അതായത് കേരളത്തിൽ തന്നെ മെയിൻ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ പോയിട്ട് കാണേണ്ട ആവശ്യമില്ല ഒരു കൺട്രിയിൽ. ഇത് നമ്മുടെ ഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഷിപ്പിൽ ആ ക്രൂസ് ലൈനിൽ പോവുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസിൽ പ്ലേസസ് ഒക്കെ നമുക്ക് പോയിട്ട് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും, റോം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ US ആയിക്കോട്ടെ. സോ നമുക്ക് വിസ ഉണ്ടായിരിക്കണം. വിസ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാനും പറ്റൂ, സൈൻ ഓഫും ചെയ്യാൻ പറ്റൂ, അതേപോലെ തന്നെ നമുക്ക് അവിടെ ഷോർ ലീവും ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് വിസ എന്തായാലും അവർ എടുത്ത് തരുന്നതായിരിക്കും കമ്പനി തന്നെ. നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ പാസ്സായിരിക്കണം, അത്ര മാത്രമാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ GP റേറ്റിംഗ് കഴിഞ്ഞവർക്ക് ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എഞ്ചിൻ കാഡറ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. DNSO BSCO കഴിഞ്ഞവർക്ക് അവർക്ക് ഡെക്ക് കാഡറ്റായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. ഡെക്ക് കാഡറ്റായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മർച്ചൻ്റ് ഷിപ്പിലേക്ക് തരുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 300 മുതൽ $700 വരെയാണ് സാലറി തരുന്നത്. പക്ഷേ പാസഞ്ചർ വെസലിൽ നിങ്ങൾ കറക്റ്റായിട്ട് കമ്പനീൻ്റെ ത്രൂ ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് $2000 വരെ കാഡറ്റിന് സാലറി കൊടുക്കുന്നുണ്ട്. $2000 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ 1.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ സ്പോൺസർഷിപ്പ്, ഞാൻ സ്പോൺസർഷിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് അതുപോലെയുള്ള ഈ കമ്പനി കാർണിവൽസിൻ്റെയോ അല്ലെങ്കിൽ ഐഡ ഗ്രൂപ്പിൻ്റെയോ ഇല്ലാന്നുണ്ടെങ്കിൽ P&Aൻ്റെയോ അല്ല ഡിസ്നി വേൾഡ്, പ്രിൻസസ് ക്രൂസ്, ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പറയാം നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആണ്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങൾ ലൈഫ് എന്താണോ മർച്ചൻ്റ് നേവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ മെയിനായിട്ടുള്ള രണ്ടിൻ്റെയും തമ്മിലുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് അക്കോമഡേഷൻ, അതായത് ലോവർ റാങ്കിലൊക്കെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു റൂമിൽ 2 പേരായിരിക്കും, ചിലപ്പോൾ ഒരു റൂമിൽ 4 പേരായിരിക്കും. അതായത് കൺജസ്റ്റഡ് സ്പേസിൽ നമുക്ക് താമസിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയ പാസഞ്ചർ ഷിപ്പിൽ
ഒരു 10,000 പേര് പോകുന്ന ഷിപ്പാണെങ്കിൽ 8,000 പാസഞ്ചേഴ്സും 2,000 ക്രൂവാണ് ഉണ്ടായിരിക്കുന്നത്. സോ ക്രൂവിന് ഇത്രയും ആൾക്കാർക്ക് ബോട്ടം ലെവൽ ടു 5 ലെവൽ, അഞ്ചാമത്തെ ഫ്ലോർ വരെയാണ് വരുന്നത് ക്രൂവിന് അവർക്ക്. അപ്പോൾ ഇവർക്ക് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും സ്ഥലത്ത് കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം മാത്രമേ കിട്ടാറുള്ളൂ. വലിയ ഹൈ പൊസിഷൻ ഓഫീസർ, എഞ്ചിനീയേഴ്സ്, പിന്നെ ടോപ്പ് 4 ടോപ്പ് 2 പിന്നെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളവർക്ക് മാത്രമാണ് സിംഗിൾ റൂം അനുവദിക്കുന്നത്, അവർക്ക് മാത്രം. എന്നാലും റൂം നമ്മൾ മെർച്ചൻ്റ് ഷിപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ, ആശ്രയിച്ച് നോക്കുമ്പോൾ ഇതിൽ റൂം ചെറുതായിരിക്കും. സോ അതൊക്കെ ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെർച്ചൻ്റ് ഷിപ്പിലാണെങ്കിൽ നമുക്ക് അത്ര ചിലവാകുന്നില്ല. പിന്നെ പാസഞ്ചർ ക്രൂസ് ലൈനിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവുകൾ കൂടും. അതേപോലെ തന്നെ ആഡംബര കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലബും ആൽക്കഹോളിസവും പിന്നെ എന്ന് പറഞ്ഞാൽ ടൂർ ചെയ്യാനും അഡ്വഞ്ചർ ലൈഫ് എൻജോയ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പൈസ നമ്മൾ ഉപയോഗിച്ചിട്ട് പൈസ കൂടുതൽ നമ്മൾ ദൂർത്തടിക്കും. സോ അതുകൊണ്ട് പൈസ വളരെ ഈസി ആയിട്ട് തന്നെ തീർന്നു പോകാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രൂസ് ലൈനിൽ. പക്ഷേ മെർച്ചൻ്റ് ഷിപ്പിലാണെങ്കിൽ അങ്ങനെ വരുന്നില്ല. കാരണം എപ്പോഴെങ്കിലും മാത്രമേ നമ്മൾ ഷോർ ലീവ് പോകുന്നുള്ളൂ. മറ്റുള്ള ഇതിലെന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കമ്പനി അവിടെ ഒരു പോളിസി ഉണ്ട്, അവർക്ക് ഇത്ര മാത്രമേ തരാൻ പാടുള്ളൂ എന്നുള്ള കൺജക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള പോളിസി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പൈസ കയ്യിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ പൈസ നമുക്ക് കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാലറി ത്രൂ അക്കൗണ്ട് ത്രൂ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കാണ് പോകുന്നത്, ഇല്ലാതെ അക്കൗണ്ടിലാണ് വരുന്നത്, കയ്യിൽ ഒരിക്കലും തരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നോക്കുമ്പോൾ ക്രൂസ് ലൈനിലും മെർച്ചൻ്റ് ഷിപ്പിലും തമ്മിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ടും ക്രൂസ് ലൈനിൽ പോകാൻ പറ്റും. പിന്നെ പോകാൻ പറ്റുന്നത് സേഫ്റ്റി ഓഫീസറായിട്ട് പോകാൻ പറ്റും. അതായത് സെക്യൂരിറ്റി ആയിട്ട് പോകുന്നത് നല്ല കൂടുതലും AB ആണ്. AB റാങ്കിലുള്ളവർക്ക് സെക്യൂരിറ്റി ഓഫീസറായിട്ട് നമുക്ക് പോകാൻ പറ്റും. സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രൂസ് ലൈനിലെ ഒരു പോലീസ്മാൻ എന്നുള്ള പോസ്റ്റാണ് കിട്ടുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ യൂണിഫോം ഉണ്ട്, ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഹാൻഡ് കഫ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ടോർച്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് പോലീസ്മാൻ ഒരു അമേരിക്കൻ FBI പോലീസൊക്കെ എങ്ങനെ ഉണ്ടാവും ആ ഒരു ലുക്കിലായിരിക്കും നിങ്ങൾക്ക് അവിടെ വർക്ക് ഉണ്ടാവുക. അതായത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 8 to 4 ആയിരിക്കും, അടുത്ത ആൾക്ക് 4 to 12 ആയിരിക്കും, 12 to 8 ആയിരിക്കും, പിന്നെ 8 to 12 ആയിരിക്കും. അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോരുത്തർക്കും ഓരോ വർക്ക് അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റി ഓഫീസർക്ക് വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി വരുന്നത് സേഫ്റ്റി ഓഫീസർ. സേഫ്റ്റി ഓഫീസർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റി ഓഫീസർ ഒരു നെബോഷിൻ്റെ സേഫ്റ്റി ഓഫീസറായിട്ടുള്ള, അതായത് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, പിന്നെ നെബോഷിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ട്, അതായത് ഫോറിനിൽ, അതായത് ദുബായിലോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ വലിയ ഏതെങ്കിലും കമ്പനീസിനകത്ത് നിങ്ങൾ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ഇതേപോലെ തന്നെ ഓപ്പൺ CDC എടുത്ത്, അതായത് ഓപ്പൺ STCWS എല്ലാം ചെയ്ത് CDC എടുത്ത്, അതേപോലെ തന്നെ ഫെമിലൈസേഷൻ സർട്ടിഫിക്കറ്റും കയ്യിലെടുത്ത്, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള സേഫ്റ്റി ഓഫീസറിൻ്റെയും ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ, വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒவ்வொரு ഷിപ്പിലും ഓരോ ക്രൂസ് ലൈനിലും അതായത് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവരെ പാസഞ്ചേഴ്സ് ഇറങ്ങി പുതിയ പാസഞ്ചേഴ്സ് കയറി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് സേഫ്റ്റി ഫെമിലൈസേഷൻ കൊടുത്തിരിക്കണം. സേഫ്റ്റി ഫെമിലൈസേഷൻ കൊടുക്കാനും സേഫ്റ്റി ഫെമിലൈസേഷൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാനും അവർക്ക്, അതായത് ലൈഫ് ജാക്കറ്റ്, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, PPE, ഹെൽമെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ധരിപ്പിക്കാനും. അതായത് നമ്മൾ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ എയറോസസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, ഈ റൈറ്റ് സൈഡിലാണ് മറ്റേ എക്സിറ്റ് വേ, അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ബ്രീതിങ്ങിൻ്റെ സ്കാബ ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ വിയർ ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണം അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 80% മേലെയാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർക്കും അങ്ങനെ തന്നെയാണ്. സെക്യൂരിറ്റി ഓഫീസർക്കും അവർ പാസഞ്ചറായിട്ടുള്ള കൂടുതൽ അടുപ്പമുള്ള എല്ലാ ഭാഗത്തും അവർ ഇംഗ്ലീഷ് കൂടുതൽ അറിയുന്നവരെയാണ് കൂടുതൽ അവർ തിരഞ്ഞെടുക്കുന്നത്. കുറേ കമ്പനീസിലും ഏഷ്യൻസിനെ എടുക്കാറുണ്ട്, കാരണം ഏഷ്യൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സ് വരുന്നതുകൊണ്ട്. മെയിൻലി ചൈന, ജപ്പാൻ ഇതുപോലെയുള്ള കൺട്രീസിൽ അവർക്ക് നല്ല ഇംഗ്ലീഷ് വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരെ കൂടുതലും എടുക്കാറില്ല.
കൂടുതലായിട്ടും സെലക്ട് ചെയ്യുന്നത് ഫിലിപ്പീൻസ്, ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ പാകിസ്ഥാൻസ് എടുക്കാറുണ്ട്. പാകിസ്ഥാൻസിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്, അതുകൊണ്ട് അവരെയും കുറച്ച് കുറവാണ്. പക്ഷേ കൂടുതലും ഇന്ത്യൻസ് നമുക്ക് വാക്കൻസി കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്കതിലേക്ക് വേഗം തന്നെ എൻട്രി ചെയ്യാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് നമുക്ക് ഓക്കെ ആയതുകൊണ്ട് മാത്രം. സോ എന്ത് തന്നെയായാലും, അതായത് DG ഷിപ്പിംഗ് കോളേജിൽ പഠിച്ച് നിങ്ങളൊരു DNS, BSc നോട്ടിക്കൽ സയൻസ്, BTech മറൈൻ എഞ്ചിനീയറിംഗ്, GP റേറ്റിംഗ് ഇങ്ങനെയുള്ള പഠിച്ച് നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ CDC STCW എക്സ്ട്രാ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ പറയുന്ന ക്രൈറ്റീരിയ വരുന്നത്, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് വരുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വരുന്നതോ അങ്ങനെയുള്ളവർക്കെല്ലാമാണെങ്കിൽ ഓപ്പൺ CDC എടുക്കേണ്ടി വരും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഫർ എഞ്ചിനീയർ ആയിട്ടുള്ള ഭാഗത്തേക്ക് പോകാൻ പറ്റും. അതായത് റീഫർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തവരാണ്, കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട്. റീഫർ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വർക്ക് ചെയ്തതാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റീഫർ എഞ്ചിനീയർ ആയിട്ട് AC റീഫർ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഷിപ്പിൽ. പിന്നെ അതേപോലെ തന്നെ എൻവോൺമെൻറ്റൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. പിന്നെ MBBS ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാർക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ MBBS ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഡോക്ടേഴ്സ് ഉണ്ടാവും, 4 നഴ്സ് ഉണ്ടാവും. സോ അവർക്കും ഇതേപോലെ തന്നെ നേഴ്സായിട്ടോ MBBS ഡോക്ടറായിട്ടോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ CDC എടുത്ത് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെ അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഓഫീസേഴ്സ്, അവർക്കും ഇതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സാമൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അവരും ഓപ്പൺ CDC എടുത്തിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക്. പിന്നെ അതേപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ്. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ചീഫ് കുക്ക് ഉണ്ട്, ഷെഫ് ഉണ്ട്, GS ഉണ്ട്, പിന്നെ കോമി 1, കോമി 2 എന്നൊക്കെ പറഞ്ഞ് കുറേ. പിന്നെ അതേപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ്, കേക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ്, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ സ്പെഷ്യലിസ്റ്റുകൾക്ക് ചേർന്നിട്ടുള്ളതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ വരുന്നതാണ് നമ്മളെ ക്ലബിലേക്ക് വരുന്നത്. ക്ലബിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർ, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ, അവർ പിന്നെ മാജിക് ഷോ കാണിക്കാൻ പറ്റുന്നവർ, ഇങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ജിമ്മിലേക്ക് ഫിസിക്കൽ ട്രെയിനേഴ്സ്, അതായത് അവർ ട്രെയിനേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ, അതായത് ഫിസിക്കൽ ഇതിൻ്റെ അകത്ത് ജിമ്മിൻ്റെ അകത്ത് ട്രെയിനിങ് കഴിഞ്ഞ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരും ഓപ്പൺ CDC എടുത്തിട്ട് അവർക്കും ഇതിലേക്ക് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അവർക്ക് നല്ല പറഞ്ഞാൽ നല്ലപോലെ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള കോളേജിൽ പഠിച്ചവരായിരിക്കണം. പ്രോപ്പറായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള ഇതിലേക്കാണ് വരുന്നത്. പിന്നെ സ്പാ ഉണ്ട്, ഹെയർ കട്ടിങ് ഉണ്ട്, ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ അതേപോലെ തന്നെ ക്ലബിലേക്ക് വർക്ക് ചെയ്യുന്നവർ, കാസിനോ പോലെയുള്ള ക്ലബിൽ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഷീറ്റ് കളി ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ പൈസ വെച്ച് കളിക്കുന്നത്, അതിലേക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ മറ്റുള്ള, അതായത് DG ഷിപ്പിംഗ് അപ്ലോഡ് അല്ലാത്ത കോഴ്സുകളാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് ഇവർക്ക് ഓപ്പൺ CDC വെച്ചിട്ട് ഇവർക്ക് കയറാൻ പറ്റുന്നതായിരിക്കും. ഇവർക്കൊക്കെ നല്ല നോളജും നല്ല പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കയറാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് കയറാൻ പറ്റുന്നു. അതേപോലെ കൂടാതെ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലെ ഏതെങ്കിലും പ്രത്യേക ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, ഇറ്റാലിയൻ, ജർമ്മൻസ്, അതേപോലെ തന്നെ നെതർലാൻഡ് ലാംഗ്വേജസ്, ഇങ്ങനത്തെ കുറേ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റും. കാരണം ഇവിടത്തേക്ക് ഏറ്റവും കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ യൂറോപ്യൻ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്ന പേരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർക്ക്. കാരണം യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ വെക്കേഷന് വേണ്ടി കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ ഇംഗ്ലണ്ടിലും നമ്മൾ അമേരിക്കയിലും ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നോർമൽ ഇംഗ്ലീഷ് തന്നെയാണ് ലാംഗ്വേജ്. സോ അതിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ യൂറോപ്യൻ കൺട്രീസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് അല്ല ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാത്തിരിക്കുകയാണ് അവിടത്തേക്ക്. പിന്നെ അതേപോലെ തന്നെ ക്യാമറാമാനും അവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറ നല്ല പോലെ തന്നെ ക്യാമറ യൂസ് ചെയ്യുന്നവർക്കും അവരുടെ ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ഒരു ഷോപ്പിനുണ്ട്. ഇത് ഈ ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് വെറും ആഡംബര ഫ്ലോട്ടിംഗ് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അതിനകത്ത് വെറും ഹോട്ടൽ മാത്രമല്ല, ഫുഡ് കഴിക്കാൻ മാത്രമല്ല, അതിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനി ലുലു മാള് തന്നെ അതിൻ്റെ അകത്തുണ്ട്. സോ അതേപോലെ തന്നെ ലുലു മാളും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ വണ്ടർലയിൽ പോകുന്ന പോലെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, വാട്ടർ തീം പാർക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. സ്വിമ്മിങ് പൂള്, പിന്നെ തിയേറ്റേഴ്സ് തന്നെ ഒരു 5-6 തിയേറ്റേഴ്സ് എങ്കിലും ഉണ്ടാവും.
അതേപോലെ തന്നെ ഡ്രാമ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു സ്റ്റേഡിയം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇത്രയും ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല 2000-ലും കൂടുതൽ ക്രൂസ് തന്നെ ഉണ്ടാവും. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ക്രൂ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ കമ്പനീസ്, അതേപോലെ തന്നെ പിന്നെ MSCൻ്റെ കാര്യം പറഞ്ഞില്ല. MSC എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഇവർ കണ്ടെയ്നർ ഷിപ്പും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാസഞ്ചർ ക്രൂസ് ലൈനിലും ഉപയോഗിക്കുന്നുണ്ട്. ക്രൂസിൽ തന്നെ 11-12 ഷിപ്പ് ഇവരെ കയ്യിലുണ്ട്. ഇവർ ഓണർഷിപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേറെ തന്നെ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ചെയ്യണമെങ്കിൽ MSCൻ്റെ വേറെ തന്നെ അവരെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർ ഡയറക്റ്റ് തന്നെ അന്തേരിയാണ് ഓഫീസ്. അവിടെ പോയിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടി ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഓൺലൈനിലെ കൂടിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കൂടുതൽ പേരും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ട്. ഇനി എന്തെങ്കിലും വേക്കൻസി ഞാൻ വിട്ടു പോയെങ്കിൽ, ഈ വീഡിയോയിൽ വിട്ടു പോയെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചതാണ്, ഇനി പാസഞ്ചർ ഷിപ്പിലേക്ക് നിങ്ങൾക്ക് കയറണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഉള്ളത്, അതേപോലെ തന്നെ എന്തൊക്കെ വേക്കൻസികൾ ആണ് വരാൻ പോകുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും. എന്തെങ്കിലും കമൻസ്, അതായത് നിങ്ങൾക്ക് പഠിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. ഇൻസ്റ്റഗ്രാം IDയിലേക്ക് കൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കയ്യിൽ തന്നെ എത്തട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ഏജൻറ്റ് ത്രൂ ആൾക്കാരും പോകുന്നുണ്ട്. സോ ഏജൻറ്റ് ത്രൂ പോകാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങൾ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഏജൻറ്റ് ത്രൂ പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് പോകാം. ഏജൻറ്റ് ത്രൂ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ അവർ വാങ്ങിക്കും. 5 ലക്ഷം 6 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് തന്നെ, ഹ്യൂജ് എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ റിസീവ് ചെയ്യും. സോ അതുകൊണ്ട് ആ ത്രൂവിൽ പോകാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ കുറേ പേരെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ബ്രദറും അതിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നന്ദി, നമസ്കാരം.